ഹലോ സ്ക്രബ്ഡ് അപ്പ് സിസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിൽ അഥവാ BCയിലെ നഴ്സിംഗ് രജിസ്ട്രേഷനെ പറ്റിയാണ്. ജനുവരി 31, 2023 മുതൽ അവരുടെ രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സിലും അതുപോലെ തന്നെ പ്രോസസ്സിങ്ങിലും ധാരാളം ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്താണ്, എങ്ങനെ അവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, അതിനു വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രോസസ്സിങ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ BCയിൽ എങ്ങനെ രജിസ്ട്രേഷൻ നേഴ്സ് ആകാം, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ്ങിൻ്റെ ഇൻഫർമേഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ നോക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയ കോളേജ് ഓഫ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസിൻ്റെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് അവർ ഡീറ്റെയിലി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്ലി ഇതെന്ന് പറയുന്നത് ഒരു ന്യൂ റൂളാണ്. ഇത് ആപ്ലിക്കബിൾ ആയത് ജനുവരി 31 മുതലാണ് അവരൊരു ന്യൂ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ലോഞ്ച് ചെയ്തത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഇതൊക്കെയാണ് അവരുടെ കോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓരോ NCAS ആപ്ലിക്കേഷൻ്റെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ്റെയും എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്ന് അവർ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഈ ഇൻഫർമേഷൻസിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് അത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം, ഹൗ ടു അപ്ലൈ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് NCAS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റി അസസ്മെൻറ്റ് സർവീസാണ്. ഇവർ മെയിൻലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡൻഷ്യൽസും നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി അതുപോലെ തന്നെ നോളേജ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഇവരൊരു കോമ്പറ്റൻസി അസസ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതാണ് ഈ NCASൽ നടക്കുന്നത്. NCAS എന്ന് പറഞ്ഞാൽ ദ നഴ്സിംഗ് കമ്മ്യൂണിറ്റി അസസ്മെൻറ്റ് സർവീസാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് NCASൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. അത് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പ്രൊവിൻസ് സെലക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളംബിയാണ്. അത് കഴിയുമ്പോൾ അവർ അതിനകത്ത് ഡീറ്റെയിൽഡി കൊടുത്തിട്ടുണ്ട്. ലേൺ ഹൗ ടു ബിക്കം എ നേഴ്സ് ഇൻ BC. ബിക്കമിങ് എ നേഴ്സ് ഇൻ BC മീൻസ് യു വിൽ ഹാവ് ടു ഫോളോ എ ഫ്യൂ key steps starting with NCAS. Information on each of these steps can be found throughout your website. You can do many of these steps at the same time. Here is a simple checklist എന്ന് പറഞ്ഞ് അവരവരുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവർ പറയുന്നത് ഒരു NCASൻ്റെ ഓൺലൈൻ സർവീസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്നത് NCAS ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫിൽ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തേന്ന് പറയുന്നത് അപ്ലൈ ടു എ റെഗുലേറ്റർ ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസ്. അഞ്ചെന്ന് പറയുന്നത് അപ്ലൈ ടു എ ഗവൺമെൻറ് ടു ഹാവ് യുവർ ഫീസ് വേവ്ഡ് ബൈ ഇമെയിലിംഗ് ദിസ് ഇമെയിൽ അഡ്രസ്സ്. ആറെന്ന് പറയുന്നത് അപ്ലൈ ടു ഹാവ് യുവർ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് അസസ്ഡ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സബ്മിറ്റ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് അതിൻ്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യുകയാണ്. ഇവിടെ അവരുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ വൺസ് ഓൺലൈൻ സർവീസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം അതിനകത്ത് കാണും. അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്. ഇതാണ് NCASൻ്റെ ആപ്ലിക്കേഷൻ ഫോം. ഇതിനകത്ത് ഇനീഷ്യലി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് വൺസ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ നമ്പർ ഇനീഷ്യൽ ആപ്ലിക്കേഷൻ റീഓപ്പൺ ഫയൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് നമുക്ക് ടിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ID താഴെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഫുൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഐഡൻറ്റിറ്റി നമ്മുടെ ഡോക്യുമെൻ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഐഡൻറ്റിറ്റിയുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഏത് പ്രൊവിൻസ് ആണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. NCAS നിങ്ങൾക്കറിയാം ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട, നോവസ്കോഷ്യ ആൻഡ് ന്യൂ ബ്രൂൺസ്വിക്കിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫർമേഷൻ അവർ ചോദിക്കുന്നത് നമ്മുടെ രീതിയിൽ നമുക്കത് ഫില്ല് ചെയ്യാം.
ഇത്രയും ഡോക്യുമെന്റ്സ് ആണ്, ഇത്രയും ഒരു ഫോമാണ്. അവർ ചോദിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് സർവീസാണ് യൂസ് ചെയ്തിട്ടുള്ളത് അവരത് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ 10th പ്ലീസ് ഇൻഡിക്കേറ്റ് വേ യു വിൽ ഗെറ്റ് യുവർ ക്രെഡൻഷ്യൽ റിവ്യൂ കംപ്ലീറ്റഡ്. അത് നമുക്ക് വെസ് വെച്ചാണ് നമ്മൾ ചെയ്തെങ്കിൽ വെസ് വെക്കാം, അല്ലെങ്കിൽ NNAS വെച്ചാണെങ്കിൽ NNASൻ്റെ ID ആൻഡ് രജിസ്ട്രേഷൻ നമ്മൾ അവിടെ കൊടുക്കേണ്ടതാണ്. അതാണ് അവർ ചോദിക്കുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്. സോ ഇത്രയും ക്രെഡൻഷ്യൽ അസസ്മെന്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്രെഡൻഷ്യൽ അസസ്മെന്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽസും ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതാണ് നമുക്ക് എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് NCAS. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ടു BCCNM. അവിടേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇവരിവിടെ പുതിയ റൂൾ അനുസരിച്ച് NCASൽ നിന്ന് നമുക്കൊരു കോമ്പറ്റൻസി അസസ്മെൻറ്റ് നടത്തി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോളേജ് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ നഴ്സസ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു പഴയ റൂൾ അനുസരിച്ച്. പക്ഷേ പുതിയ റൂൾ അനുസരിച്ചെന്ന് പറയുന്നത് വൺസ് നിങ്ങൾ NCASന് അപ്ലൈ ചെയ്തോ അവിടെ നിന്നൊരു റിപ്പോർട്ട് കിട്ടേണ്ട താമസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് BCCNMന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് അവർ പറയുന്നത് പറഞ്ഞാൽ നഴ്സിൻ്റെ അതെന്ന് പറയുന്നത് ടു അപ്ലൈ ടു BCCNM പ്ലീസ് സെൻഡ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ടു ദിസ് ഇമെയിൽ അഡ്രസ്സ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതുപോലെ തന്നെ എ കോപ്പി ഓഫ് യുവർ റെസ്യൂം ഓർ CV. ഇത് രണ്ടും ആണ് നിങ്ങൾ ഈ ഒരു മെൻഷൻ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫീ ചാർജ് ചെയ്യില്ലെന്നാണ് ഇവരെതിനകത്ത് പറയുന്നത്. അത് ബ്രിട്ടീഷ് കൊളംബിയ ഗവൺമെന്റ് അതിന് വെയ്വ് ഓഫ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഫോം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് രജിസ്ട്രേഷൻ ഫോം. ഇവരുടെ ഇൻസ്ട്രക്ഷനകത്ത് അവർ ഓരോ കാര്യങ്ങളെല്ലാം കെയർഫുള്ളി പറഞ്ഞിട്ടുണ്ട്. അവർ ആദ്യം പറയുന്നത് ഇഫ് യു ഡു നോട്ട് ഹാവ് എ BCCN ഓൺലൈൻ അക്കൗണ്ട് പ്ലീസ് ക്രിയേറ്റ് എ വൺ. അതായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ NCASൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് അവിടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ട് ആ ഒരു ID കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഇവിടെ റെഗുലേറ്ററി ബോഡിയിലൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷേ NCASൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടണമെന്നില്ല. ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതവർ ക്ലിയർ ആയിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്കവിടെ ഫില്ല് ചെയ്യാം. ഇവിടെ ചോദിക്കുന്നുണ്ട് വിച്ച് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ റിവ്യൂ സർവീസ് ഡിഡ് യു യൂസ് എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് NNAS ആണെങ്കിൽ അവിടുത്തെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനും ഇത് ചെയ്യുക. പിന്നെ നേഴ്സിംഗ് എഡ്യൂക്കേഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. കനേഡിയൻ രജിസ്ട്രേഷൻ, അതർ രജിസ്ട്രേഷൻസ്, ഗുഡ് ക്യാരക്ടർ, പിന്നെ അതുപോലെ തന്നെ സർട്ടൻ ഫിറ്റ്നസ് പിന്നെ ഡിക്ലറേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ CV ഓർ റെസ്യൂമെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം NCASും BCCNMലെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പാരലായിട്ട് നിങ്ങളുടെ പ്രോസസ്സിങ് ചെയ്യും. ഒരെണ്ണം കഴിഞ്ഞിട്ട് നെക്സ്റ്റിലേക്ക് പോകാനുള്ള ആ ഒരു ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതെ, സേവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റൂൾ അനുസരിച്ച് ഇങ്ങനെ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയ്മെന്റ് ആൻഡ് രജിസ്ട്രേഷൻ ഹിസ്റ്ററി ആണ്. ഇവർ പറയുന്നത് ആഫ്റ്റർ യു ഹാവ് സബ്മിറ്റഡ് യുവർ ആപ്ലിക്കേഷൻ എ മെമ്പർ ഓഫ് രജിസ്ട്രേഷൻ സർവീസ് ടീം വിൽ റിവ്യൂ യുവർ ഡോക്യുമെന്റ്സ്. യു വിൽ ബി സെൻഡ് എ ഡീറ്റെയിൽഡ് ഇമെയിൽ വിത്ത് ഇൻസ്ട്രക്ഷൻ ഓൺ ഹൗ ടു റിക്വസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം യുവർ പ്രീവിയസ് നഴ്സിംഗ് എംപ്ലോയർ ആൻഡ് റെഗുലേറ്ററി ബോഡി. ഇവർ പറയുന്നതനുസരിച്ചെന്ന് പറയുന്നത് NNASൽ ചെയ്യുന്ന പോലെ നമ്മൾ NNASലാണെങ്കിലും കുറേ ഫോംസ് നമ്മുടെ പ്രീവിയസ് എംപ്ലോയറും അതുപോലെ തന്നെ റെഗുലേറ്ററി ബോഡിയുമായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അത് എങ്ങനെ ഫില്ല് ചെയ്യണം, അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവർ നമുക്ക് ഇമെയിൽ ത്രൂ തരുമെന്ന് ഇവരതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അവർക്ക് നമുക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടുന്നോ, എന്ത് ഇൻഫർമേഷൻ ആണോ നമ്മുടെ എംപ്ലോയറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതെന്ന് ഒരു ഇമെയിൽ ത്രൂ നമ്മളോട് പറയും. അതനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രീവിയസ് എംപ്ലോയറുമായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഫോർത്ത് വൺ എന്ന് പറയുന്നത് BCCNM രജിസ്ട്രേഷൻ ഡിസിഷൻ എന്ന് പറയുന്നത് BCCNM will make a registration decision on your application once they have received all your outstanding documents and form of our BCM application and BCN receive your NCAS application package. In ഈ ഇൻഫർമേഷൻസ് എല്ലാം അവർക്ക് വൺസ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു ഡിസിഷൻ നിങ്ങളുടെ രജിസ്ട്രേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരു ഡിസിഷൻ ഉണ്ടാക്കുന്നതായിരിക്കും. അതായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ രജിസ്ട്രേഷൻ ആൻഡ് രജിസ്ട്രേഷൻ എക്സാം ആണ്. ഇതെന്ന് പറയുന്നത് വൺസ് അവർ നമ്മുടെ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സ് നമ്മുടെ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ അവരൊരു രജിസ്ട്രേഷൻ സർവീസിൻ്റെ ഇമെയിൽ ID തന്നിട്ടുണ്ട്. ആ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് നമ്മൾ ഒരു ഇമെയിൽ അയക്കണം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എലിജിബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളുടെ എല്ലാ ഇൻസ്ട്രക്ഷൻസ് അവർ നിങ്ങൾക്ക് മെയിൽ ചെയ്യുന്നതായിരിക്കും. ഒരു ഇമെയിൽ കിട്ടാതെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ആ ഇമെയിലിന് വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള പ്രോസസ്സിംഗ് എക്സാമിനുള്ള എലിജിബിൾ ആണെങ്കിൽ നമുക്ക് എക്സാമിന് ഡേറ്റ് എടുക്കാം, എക്സാം എഴുതാം. അതുപോലെ തന്നെ വൺസ് നമ്മുടെ എക്സാം ഓവർ ആയി കഴിയുമ്പോൾ അവിടുന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ലീഗലി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് രജിസ്ട്രേഷൻ ഗ്രാൻഡഡ്. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വൺസ് യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ രജിസ്ട്രേഷൻ എക്സാം ആൻഡ് എനി അതർ റിക്വയർമെൻറ്റ്സ് ഫോർ രജിസ്ട്രേഷൻ യു വിൽ ബി ഗ്രാൻഡഡ് പ്രാക്ടീസിങ് രജിസ്ട്രേഷൻസ്. യു വിൽ ബി അപ്പിയർ ഓൺ ദി ഓൺലൈൻ ഡയറക്ടറി വൺസ് യു ഹാവ് ഓതറൈസ്ഡ് ടു പ്രാക്ടീസ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈൻഡ് എ നേഴ്സ് സെർച്ച് ചെയ്യുമ്പം നമ്മുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കാണാൻ പറ്റുന്നത്. വൺസ് അവർ നമ്മുടെ രജിസ്ട്രേഷനും ലൈസൻസിങ്ങും എല്ലാം ഗ്രാൻഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിനകത്ത് പറയുന്നുണ്ട് നമുക്ക് BCCNMന്റെ കൺഫേമിംഗ് ഇമെയിൽ കിട്ടാതെ നമുക്ക് ലീഗലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ മെയിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് പറയുന്നത്. സോ ഇത് ഇത്രയാണ് എങ്ങനെ പുതിയ റൂൾ അനുസരിച്ച് ജനുവരി 31 മുതൽ 2023 മുതൽ BCയിൽ വന്നിരിക്കുന്ന ചേഞ്ചസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇത് ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ഔട്ട്ലൈനായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എൻക്യാസിലേക്ക് അപ്ലൈ ചെയ്യുക. എൻക്യാസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് നടത്തണം. അതെന്ന് പറയുന്നത് NNAS വേണമെങ്കിൽ NNAS നടത്താം, അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള അതർ 4 ഏജൻസീസ് ഉണ്ട്. ആ ഏജൻസീസിൽ നിന്ന് നമുക്ക് ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് നടത്തി അതിനുശേഷം നമുക്ക് എൻക്യാസിൽ രജിസ്റ്റർ ചെയ്യുക. എൻക്യാസിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ നമുക്ക് റെഗുലേറ്ററി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ത്രൂ ചെയ്യും. അതിനുശേഷം നമ്മൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് രജിസ്ട്രേഷൻ ഹിസ്റ്ററി അത് എങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇമെയിൽ ത്രൂ അവർ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഹിസ്റ്ററീസ് എല്ലാം കളക്ട് ചെയ്ത് അവർക്ക് സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം അവർ നമുക്കൊരു ഡിസിഷൻ നമുക്ക് മെയിൽ ചെയ്യുന്നതായിരിക്കും. എന്താണ് അവരുടെ ഡിസിഷൻ, നമുക്ക് വേറെ ഏതെങ്കിലും രജിസ്ട്രേഷൻ ഓർ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ് വേണോ, അത് ഏത് എഡ്യൂക്കേഷനാണ് വേണ്ടത്, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ, ഓർ ഡയറക്ട്ലി നമ്മൾ എക്സാമിന് വേണ്ടി എലിജിബിൾ ആണോ ആണെങ്കിൽ നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാം. അതിനെപ്പറ്റിയുള്ള ഡിസിഷൻസ് അവർ ഇമെയിൽ ത്രൂ തരുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് നമ്മുടെ എക്സാം ഷെഡ്യൂൾ ചെയ്യാം. എക്സാം പാസ്സായി കഴിയുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പെർമിഷൻസ് ഗ്രാൻഡ് ചെയ്തുകൊണ്ട് അവർ ഒരു ഇമെയിൽ തരുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് ഒരു പ്രൊവിൻസിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതെന്ന് പറയുന്നത് ആസ് കമ്പയർഡ് ടു നേരത്തെ ഉണ്ടായിരുന്ന റൂളുകൾ അനുസരിച്ച് ഒന്നുകൂടെ ഫാസ്റ്റ് ആകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത് ശരിക്കും ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ നേഴ്സസിന് നല്ലൊരു ന്യൂസ് തന്നെയാണ്. അവരുടെ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കൊളംബിയ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ധാരാളം ഫണ്ട്സ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലൂടെ ഗോ ത്രൂ ചെയ്യുകയാണ്. ഫണ്ടിങ് ആൻഡ് അതർ സപ്പോർട്ട് അവൈലബിൾ ഫോർ ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നഴ്സസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദ ഗവൺമെൻറ് ഓഫ് BC has funding and other supports available to help you become a nurse in British Columbia. അങ്ങനെ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിസിറ്റ് ദിസ് വെബ്സൈറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം.
ഇതാണ് അവർ പറയുന്നത്. കുറേ ഫിനാൻഷ്യൽ അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ബുർസാരീസിനെ പറ്റി അവർ പറയുന്നുണ്ട്. അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏകദേശം നല്ലൊരു രീതിയിൽ തന്നെ ഒരു ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നേഴ്സിൻ്റെ ഹോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് തന്നെ ഗവൺമെൻറ് തരുന്നുണ്ട്. അതിനകത്തെന്ന് പറയുന്നത് ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ്, സ്കിൽ ഇവാലുവേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അപ്ഗ്രേഡിങ്, ഈ എല്ലാം രീതിയിലാണ് അവർ കോസ്റ്റുകൾ കവർ ചെയ്യുന്നത്. ഇതിന് ഏതൊക്കെ റിക്വയർമെന്റ്സ് ആണ്, അവർ എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവർ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇതിന്റെ ലിങ്കും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിന് പിന്നെ അതിന്റെ ഫണ്ടിങ്ങിന്റെയും കാര്യങ്ങൾ പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ, ടേക്ക് കെയർ.